അകത്ത് ഹൃദയം തൊഴിൽ വന്നവരുണ്ട്. നിങ്ങൾക്ക് ഇതിനകത്ത് വരണം. ഒരു പ്രയാസമില്ലെങ്കിൽ ആരും ഇതിനകത്ത് വരേണ്ട കാര്യമില്ലല്ലോ അല്ലേ? നമുക്ക് പ്രതികൂലവും പ്രയാസങ്ങൾ വരുമ്പോൾ പരിഹാരം കിട്ടുവാൻ, സമാധാനം കിട്ടുവാനാ നമ്മളിങ്ങനെ സഭകളിലേക്ക് ഓടി. ഞാൻ ഒത്തിരി ഓടിയതാ. എനിക്കറിയാം നിങ്ങൾ വരുന്നത്. ഞാനിവിടെ നിൽക്കുന്നത് എല്ലാ ആളായിട്ടൊന്നുമില്ല, നിങ്ങളെ പോലെ തന്നെ ഞാനും ഉള്ളത്. അപ്പോൾ ഹല്ലേലൂയ, ഇതിനകത്ത് വരുന്ന നിരവധി കുടുംബത്തിന് പേർ എനിക്ക് ശക്തമായി അറിയാം. ഒരുപാട് പ്രയാസങ്ങളിലൂടെ ഒക്കെ കടന്നു വരുന്നവരുണ്ട് ഇതിനകത്ത്. നമ്മളൊരു മനുഷ്യനെ കാണുവാനല്ല കേട്ടോ ഇതിനകത്ത് വരുന്നത്. നിങ്ങൾ ലജ്ജയില്ലാതെ നിങ്ങൾ കൈയടിച്ചോണം, ലജ്ജയില്ലാതെ കർത്താവിനെ വിളിച്ചോണം. നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം തരുവാൻ അപ്പുറം ഇപ്പുറം നിൽക്കുന്നവർ അവർ കൈ പൊട്ടുന്നുണ്ടോ, അവർ എന്നെ കോമാളി കളിക്കുന്നുണ്ടോ ഒന്ന് നോക്കുവാനല്ല, നിങ്ങൾ വന്നത് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുവാനാ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, ഹൃദയം ഒന്ന് വിട്ടുകൊടുത്തേ, ഹൃദയം ഒന്ന് വിട്ടുകൊടുത്തേ. അവൻ ഹല്ലേലൂയ, നമ്മുടെ നാശത്തിന് പിന്നിൽ ഒരു ശത്രുവുണ്ട്. അതാണ് പിശാചിന്റെ തന്ത്രങ്ങളെ ജയിച്ചു നിൽക്കാൻ. നിങ്ങൾ എപ്പോൾ പ്രവർത്തിച്ചാലും കണ്ണുകൾ അടച്ച് അതരങ്ങൾ തുറന്ന് പ്രവർത്തിക്കണം കേട്ടോ. എനിക്ക് ഇവിടെ നിന്ന് കണ്ണു തുറന്ന് പ്രാർത്ഥിക്കുവാൻ നിങ്ങളെല്ലാവരും പള്ളി കൊടുത്ത് ആസ്വദിക്കാൻ അറിയാനിട്ടല്ല. നിങ്ങൾ ഏത് പ്രസംഗത്തോടാണ് വന്നതെന്ന് എനിക്ക് നോക്കി ആസ്വദിക്കാൻ അറിയാനിട്ടല്ല. ഞാൻ ഇതിനകത്ത് നിന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നതിനറിയോ, ഞാനും ദൈവമായിട്ടൊരു ബന്ധമുണ്ട്. അവന്റെ സ്ഥാനത്ത് ഞാൻ രുചിച്ചറിയണമെങ്കിൽ എന്റെ കണ്ണുകൾ അടച്ച് അതരങ്ങൾ തുറന്ന് ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ ഒരു സ്തോത്രം ഇതിനകത്ത് നടത്തൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ലജ്ജയില്ലാതെ നിങ്ങൾ കൈയടിക്കുവാനും എല്ലാം ദൈവനാമ മഹത്വത്തിനായി നമുക്ക് തീരണം. നിങ്ങൾ എന്നോടൊപ്പം സഹകരിക്കാതെ ഇതിനകത്ത് ഒന്നും സംഭവിക്കില്ല കേട്ടോ. എന്നിലൂടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണമെങ്കിലും പ്രവചന ദൂതുകളെ കൈമാറണമെങ്കിലും പൈശാചിക ബന്ധനങ്ങൾ തകർന്നുവെങ്കിലും അവൻ സ്തോത്രം, നിങ്ങൾ ദൈവത്തോട് സംസാരിക്കാതെ എന്നിലൂടെ ഒന്നും ഇവിടെ സംസാരിക്കുന്നില്ല കേട്ടോ. സിസ്റ്റർ പ്രാർത്ഥിച്ചില്ല, ഒന്നും വ്യക്തിയായി കടമയിടയാകരുത്. കാരണം നിങ്ങളുടെ ഹൃദയം ദൈവത്തിന് കൊടുക്കാതെ ദൈവം എന്നിലൂടെ പ്രവർത്തിക്കുന്നില്ല. അവരുടെ നാമം വിളിച്ചപേക്ഷിക്കാമെങ്കിൽ ഇന്ന് പകൽ ഞാൻ ആത്മാർത്ഥമായി ഒന്ന് പറയട്ടെ, ഇതിന്റെ അകത്ത് വന്നവർ ഒരാൾ പോലും ലജ്ജിച്ചു പോകുവാൻ എനിക്ക് ഇഷ്ടമല്ല. കാരണം എന്തെന്നറിയോ, ഒരുപാട് പ്രതിസന്ധിയിലൂടെ കടന്നു വന്ന കുടുംബങ്ങൾ ഇതിനകത്തുണ്ടേ. അന്യഭാഷയുള്ളവർ അന്യഭാഷയിൽ അല്ലാത്തവർ സ്വതന്ത്രത്തോടെ അല്പസമയം ഒരു ദൈവത്തിന് മഹത്വപ്പെടുത്താതെ പൈശാചിക മണ്ഡലങ്ങളെ ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ അത് പുറത്തു വരാൻ കൽപ്പിക്കുകയാണ്.
നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് ഇന്നൊരു കിട്ടും മയക്കും കേട്ടോ. യാതരം വർഷം വൈഡം പ്രവതപരം ചുടാരകേറി നിന്റെ കരത്തിലൊരു കുഞ്ഞിരിക്കുന്നതിന് പരിശുദ്ധമാണ്. ഒരിക്കലും കിട്ടത്തില്ലെന്ന് പറഞ്ഞത് നിന്റെ വിചാരങ്ങളല്ല എന്റെ വിചാരങ്ങൾ പറഞ്ഞ വചനം നിന്റെ വിചാരമല്ല. ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് നിന്റെ വിചാരമല്ല. വാക്ക് പറഞ്ഞവൻ വാക്ക് മാറത്തില്ലേ. അവൻ നിനക്ക് വേണ്ടി ഒരു തലമുറയെ തരും. തുലാചരം പ്രകൃതം വൈഡം പ്രകൃതപരം ചരാചരം വൃക്ഷപ്രകൃതപരം ചുതരപ്രകൃതം സമാധാന അന്തരീക്ഷത്തോടെ ഞാൻ നിന്നെ നടത്തും. വചനം പറയുന്നത് എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു, അത് ലോകം തരുന്ന പോലെയല്ല എന്ന്. ഒരു ദൈവിക സമാധാനം നിന്റെ മേൽ ഇറങ്ങണേ. പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഇറങ്ങട്ടെ. ലോക സമാധാനം നല്ല കർത്താവേ, ദൈവിക സമാധാനം, ദൈവിക സമാധാനം ഇന്ന് മുതൽ മകൾക്ക് ഉണ്ടാകട്ടെ. ആത്മിക അഭിഷേകത്തിൽ നിന്റെ മകളെ നിർത്തുന്നതിനായി സ്വന്തം അഭിഷേകം വ്യാപിക്കും. പരിശുദ്ധം പറയുന്നു ഒക്ടോബർ നവംബർ മാസമായി ബന്ധപ്പെടുത്തി ഒരു സഹായം നിങ്ങൾക്ക് വരും. നിങ്ങൾ ചെറിയ കടറൂപ്പ് തുടങ്ങി നിങ്ങളുടെ സ്വന്തം എന്ന് പറയത്തക്ക നിലവാരത്തിൽ അത്ഭുതം ചെയ്യും കേട്ടോ. ഭവനമില്ല എന്ന ഭാരം വേണ്ട. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കും. അതായത് എന്റെ വിചാരമല്ല നിങ്ങളുടെ വിചാരം കർത്താവിലേക്ക് വിട്ടുകൊടുക്കും. നിങ്ങളെ കൊണ്ട് ഒന്നും നടക്കത്തില്ല. പക്ഷേ എന്റെ കർത്താവ് ചെയ്തതാണ്. വാക്ക് പറഞ്ഞവൻ വാക്ക് മാറാത്തവനാ. എഴുതി കുറിച്ചിട്ടോ ഒക്ടോബർ നവംബർ മാസം ഞാൻ കാണുന്നു ചെറിയൊരു കടവുമ്പോ നിങ്ങളുടെ സ്വന്തം എന്ന് പറഞ്ഞ് നിങ്ങളത് വാണ്ടുക കൊടുത്ത് അതിനകത്ത് ബിസിനസ് നിങ്ങൾ ചെയ്യും. നിങ്ങൾക്ക് തകർന്നു പോകത്തില്ലല്ലോ. തകർന്നു പോകുമെന്ന് വിധി എഴുതിയിരിക്കുകയാ. അതാ വചനം പറഞ്ഞ ശത്രുവാണേ നിന്റെ തലയെ വിരുന്നൊരുക്കുന്നവൻ എന്നവൻ അഭിഷേകം ചെയ്യുന്നവൻ അധികം വിദൂരമല്ലാത്ത രീതിയിൽ കർത്താവിന്റെ ലൈഫിനെ തിരിക്കും. നിന്ദിച്ചവരെ മുന്നിൽ മാനിക്കും. ഞാനിത് പറയുമ്പോൾ സഹോദരിയോട് പരിശുദ്ധമ പറയുന്നു, തള്ളിപ്പറഞ്ഞു പോയവർ നിന്റെ അടുക്കൽ കയ്യിൽ വരും കേട്ടോ. ഈ വർഷം തീരുന്നതിന് മുമ്പ് നിന്റെ കണ്ണുനീർ കാണാതെ എത്തിച്ചവർ മറന്നിരുന്നിനെ പരിഹസിച്ചവർ നിനക്കത് വേണമെന്ന് പറഞ്ഞ് പരിഹസിച്ചവരെ മുന്നിൽ നിന്റെ കർത്താവ് മാനിക്കും കേട്ടോ. നിന്റെ കണ്ണുനീർ കണ്ട ഒരുവനുണ്ടേ. മനുഷ്യൻ തിരിക്കുന്നതല്ല ദൈവത്തിന്റെ പദ്ധതി. ആ വചനം പറയുന്നു എന്റെ വിചാരമല്ല നിങ്ങളുടെ വിചാരം, എന്റെ വഴികളുമല്ല നിങ്ങളുടെ വഴികൾ. കർത്താവിലേക്ക് പൂർണ്ണമായി സമർപ്പിച്ചു കൊടുത്തോക്കാം. നീ കരയാത്ത രാത്രികളില്ല. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് പെരുവഴിയിൽ നിൽക്കുന്ന ഒരവസ്ഥ പരിശുദ്ധമാണ്.
ഉയർത്തും. എന്നോട് പരിശുദ്ധ ഇങ്ങനെ പറയുന്നു, എൻ്റെ ഭവനത്തിൽ എന്തെന്നില്ലാത്ത സമാധാനം ഉണ്ടാകാൻ പോവുകയാണ്. എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു. അത് ലോകം തരുന്നത് പോലെയല്ല എന്നുള്ള ദൈവിക സമാധാനത്തെ ഞങ്ങൾ കൽപ്പിച്ചാകുന്നു. മകന് വേണ്ടി ഞങ്ങൾ സഭയായി പ്രവർത്തിക്കുന്നു. കഴിഞ്ഞ നാടുകളിൽ ഈ നാടുകളിൽ കർത്താവിന്റെ കരത്തിൽ വെട്ടിക്കളയും വരുമാനത്തിൽ നിന്ന് സമ്പാദിച്ച് സ്വരുക്കൂട്ടി വെക്കുന്നത് കർത്താവേ, കേൾക്കുവാൻ കഴിയാതെ വണ്ണം ചെവി വന്നിച്ചു പോയിട്ടുമില്ല, പിടിവിപ്പാൻ കഴിയാതെ വണ്ണം അങ്ങയുടെ കൈ കുടുങ്ങി പോയിട്ടുമില്ല. അങ്ങനെയെങ്കിൽ പ്രിയമകനെ ഞങ്ങൾ സഭയായി അനുഗ്രഹിക്കുന്നു. അങ്ങയുടെ പ്രവൃത്തി വലുതാണ് കർത്താവേ. ഇപ്പോഴത്തിരിക്കുന്ന ശോഭനായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രവർത്തിക്കുന്നു. സ്വർഗത്തിന് ദൂതന്മാർ ഇപ്പോൾ തന്നെ